സ്റ്റേഷനിലെത്തി കാറ് ട്രെയിൻ വാഗണിൽ കയറ്റി നേരെ കോച്ചിൽ കയറി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോരുക. MC റോഡിലെ വാഹനത്തിരക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. പണ്ട് MC റോഡിൽ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്നതുകൊണ്ട് MC റോഡിൽ നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിലൂടെ കോട്ടയത്തെത്തുന്ന സമയം നമ്മുടെ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ മിക്കവരും ചെയ്യുന്നത് ട്രെയിനിൽ കയറി ഏതെങ്കിലുമൊക്കെ നഗരത്തിൽ ചെന്ന് പിന്നീട് യൂബർ സൗകര്യങ്ങൾ ഉപയോഗിക്കുക. അതിനേക്കാൾ മനോഹരമായ മറ്റൊരു സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ കാർ ഫെറി ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിൻ്റെ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുന്നു. നേരത്തെ ഇതേക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എങ്കിലും എപ്പോഴാണ് സർവീസുകൾ തുടങ്ങുക എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. എന്നാൽ സർവീസുകൾ തുടങ്ങുന്നു. ഇതാദ്യ പരീക്ഷണമാണ്. വിജയിച്ചാൽ ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പകർത്തും. മഹാരാഷ്ട്രയിലെ കോലാഡിനും ഗോവയിലെ വെർണയ്ക്കുമിടയിൽ സ്വകാര്യ കാറുകളെയും അവയുടെ ഉടമകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ സർവീസ്. യാത്രക്കാർക്ക് അവരുടെ സ്വകാര്യ വാഹനങ്ങൾ ട്രെയിനിൽ കയറ്റാം. പിന്നീട് അതിനോട് ചേർന്നുള്ള പാസഞ്ചർ കോച്ചുകളിൽ സുഖമായി യാത്ര ചെയ്യാം. ഗതാഗതക്കുരുക്കും വളഞ്ഞുപുളഞ്ഞ ചുരങ്ങളും കാരണം റോഡ് മാർഗം സാധാരണയായി 20-22 മണിക്കൂർ എടുക്കും ഈ യാത്രയ്ക്ക്. എന്നാൽ ട്രെയിനിൽ വെറും 12 മണിക്കൂറിനുള്ളിൽ യാത്ര പൂർത്തിയാക്കാം. നമ്മളെ ഏറെ തളർത്തുന്ന റോഡ് യാത്രയ്ക്ക് പകരം ഒരു ബദൽ സംവിധാനം. വേഗതയേറിയതും സുരക്ഷിതവുമായ ഈ പുതിയ സംവിധാനത്തിന് വലിയ സ്വീകാര്യത കിട്ടുമെന്നതിൽ സംശയം വേണ്ട. യാത്രാക്ലേശം വലിയ തോതിൽ ലഘൂകരിക്കാൻ കഴിയും. ഗണേശ ചതുർത്ഥി ദിനത്തിന് മുൻപായി ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 23 തന്നെ സർവീസ് തുടങ്ങും. മുമ്പ് ട്രക്കുകൾ കൊണ്ടുപോകാൻ ഒരു ട്രെയിൻ ഫെറി മാതൃക അവതരിപ്പിച്ചിരുന്നു. അതിന് സമാനമാണ് ഇപ്പോൾ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ ട്രെയിനുകളും. ഡ്രൈവർമാർക്ക് അവരുടെ വാഹനങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വാഗണുകളിൽ കയറ്റി ഗോവയിലെത്തുന്നത് വരെ തൊട്ടടുത്തുള്ള പാസഞ്ചർ സീറ്റുകളിൽ സ്വസ്ഥമായിരിക്കാം. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ലാപ്ടോപ്പുകളിൽ വർക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിൽ വായിച്ചു കൊണ്ടുവരിക്കാം. വാഹനങ്ങൾ ബെൽറ്റിട്ട് സുരക്ഷിതമായി ഉറപ്പിക്കുകയും ഹാൻഡ് ബ്രേക്കുകൾ ഇടുകയും ചെയ്യണം. നിങ്ങൾക്ക് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ കാറുമെടുത്ത് പുറത്തേക്കിറങ്ങി അവിടെ ഒന്ന് അടിച്ചു പൊളിക്കാം. സംഗതി കിടുവാണ്. ഓരോ ട്രെയിനിലും ഇതിനുവേണ്ടി നിർമ്മിച്ച 20 വാഗണുകൾ ഉണ്ടാകും. ഓരോ വാഗണുകളിലും 2 കാറുകൾ വീതം കയറ്റാം. ഇതുവഴി ഒരു യാത്രയിൽ ആകെ 40 കാറുകൾ കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ കുറഞ്ഞത് 16 വാഹനങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ എന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറയുന്നു. കൂടാതെ യാത്രക്കിടെ കാറുകളിൽ ഇരിക്കാൻ യാത്രക്കാർക്ക് അനുവാദവും ഉണ്ടാകില്ല. കാറിലെ പെട്രോൾ ഡീസൽ ചെലവ് കണക്കുകൂട്ടുമ്പോൾ അതിനേക്കാൾ ലാഭകരമായിരിക്കും ഈ മാർഗമെന്ന് ചിലർ പറയുന്നു. 7,875 രൂപയാണ് ഒരു വശത്തേക്ക് കാർ കൊണ്ടുപോകുന്നതിനുള്ള ചാർജ്. ഒരു കാറിനൊപ്പം പരമാവധി 3 പേർക്ക് യാത്ര ചെയ്യാം. 2 പേർക്ക് 3 ടയർ AC-യിലും ഒരാൾക്ക് സ്ലീപ്പർ കോച്ചിലും. സെക്കൻഡ് സിറ്റിങ്ങിന് 190 രൂപ. അതല്ല, തേർഡ് AC കോച്ചുകളിൽ ഒരാൾക്ക് 935 രൂപ വരും. ട്രെയിൻ കോലാടിയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് ഗോവയിലെ വെർണയിൽ എത്തിച്ചേരും. വാഹനം കയറ്റുന്നതിനും മറ്റ് ബോർഡിംഗ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി യാത്രക്കാർ ഉച്ചയ്ക്ക് 2 മണിയോടെ കോലാട് സ്റ്റേഷനിൽ എത്തിച്ചേരണം. അവധിക്കാലത്തും ഉത്സവ സീസണിലുമൊക്കെ മുംബൈ, പൂനെ, മഹാരാഷ്ട്രയുടെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ തിരക്കാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ആ കാലയളവിൽ ഗോവയിലേക്ക് യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ പുതിയ സർവീസ് വലിയ മാറ്റമാണ് വരുത്തിവെക്കുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ കുടുംബസമേതം യാത്ര ചെയ്യുന്നവർക്ക് വലിയ അനുഗ്രഹമാകും. വൈകിട്ട് പുറപ്പെട്ടാൽ നേരം വെളുക്കുമ്പോഴേക്കും വളരെ സുരക്ഷിതമായി അവിടെ എത്താമല്ലോ. ഗണേശോത്സവത്തിൻ്റെയും മറ്റുത്സവങ്ങളുടെയും സമയത്ത് ഹൈവേകളിലുണ്ടാകുന്ന കനത്ത ഗതാഗതക്കുരുക്ക് കണക്കിലെടുക്കുമ്പോൾ ഈ സർവീസ് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ഗോവയിലെയും മുംബൈയിലെയും ഈ പരീക്ഷണം വിജയിച്ചാൽ ഇനി രാജ്യമാകെ ഈ മാതൃക പടർത്തുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. യാത്രാ സമയവും റോഡുകളിൽ കാറുകളുടെ എണ്ണവും ഇത് കുറയ്ക്കാൻ ഇടവരുത്തും. ഒപ്പം സൗകര്യപ്രദമായ ഒരു ട്രെയിൻ യാത്രയും അനുഭവിക്കാം. യാത്രാ സമ്മർദ്ദം കുറയ്ക്കുന്നതിനൊപ്പം ഇന്ധന ഉപയോഗവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കാൻ കഴിയും. ഒരു ഹരിത ബദൽ സംവിധാനം കൂടിയാണ് ഈ സർവീസ്. മാറ്റം വരട്ടെ, അത് നമ്മുടെ രാജ്യത്തിന് നല്ലത് തന്നെ. പ്രത്യേകിച്ച് കയ്യടികളോടെ ജനം സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ. ഇനി നമുക്ക് ഭാവിയിൽ അങ്ങ് കോഴിക്കോട്ടേക്കും തൃശ്ശൂരിലേക്കുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി കാറൊക്കെ ആ ട്രെയിൻ വാഗണിൽ കയറ്റി സ്വസ്ഥമായി ഇരുന്ന് ലക്ഷ്യസ്ഥാനത്തെത്താം എന്ന പ്രതീക്ഷ. പുതിയ പുതിയ മാറ്റങ്ങൾ എപ്പോഴും ഏറെ സ്വീകാര്യതയോടെയാണ് മലയാളികൾ സ്വീകരിക്കാറുള്ളത്.
നല്ല അടിപൊളി മാതൃക. ന്യൂസ്